ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പ്രബുദ്ധ കേരളമെന്ന് നമ്മൾ അഭിമാനിക്കുന്ന നാട് എത്രത്തോളം ലഹരിക്കയത്തിൽ മുങ്ങിയെന്നതിന്റെ സത്യചിത്രം കണ്ട ദിവസങ്ങളിൽ ഒന്നാണിന്ന്. 100% ലിറ്ററസി സർ എന്ന് പറഞ്ഞ പുളകം കൊള്ളുന്നതിനിടയിൽ അക്രമങ്ങളും ലഹരി വ്യാപനവും അരാഷ്ട്രീയ ക്യാമ്പസുകളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നതിനിടയിൽ ലഹരിക്കടത്തിന്റെ ത്രാസുകൾ തേടുന്നതിനിടയിൽ പോലീസ് ഇന്നലെ രാത്രി എത്തിയത് സംഘടനാ പ്രവർത്തനമേറെയുള്ള കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കാണ്. ഉപയോഗം മാത്രമല്ല, വിൽപ്പനയും ഉണ്ടായിരുന്നു. പഠിക്കാനായി അനുവദിച്ച മുറികളിൽ. കേസിൽ അറസ്റ്റിലായത് 3 പേരാണ്. SFIയും KSUവും രാഷ്ട്രീയ പഴിചാരൽ നടത്തിയ പകലിനൊടുവിൽ പിടിയിലായവർക്ക് ജാഗ്രതക്കുറവെന്ന നിലപാടിലേക്ക് എത്തുന്നുണ്ട് SFI സംസ്ഥാന നേതൃത്വം. ഞങ്ങളോ നിങ്ങളോ എന്ന തർക്കത്തിനപ്പുറം പുകമറയിൽ ആരാണ് എന്നതാണ് ചോദ്യം. കതിരിലെ വിഷം വയ്ക്കുന്നവർ ആരെന്നതാണ് തേടുന്ന ഉത്തരം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, PK നവാസ് മുസ്ലിം ലീഗ് പ്രതിനിധി, ഡോക്ടർ ബൻസീർ ഹുസൈൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാരവാഹി, സുരേഷ് റിച്ചാർഡ് റിട്ടയർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, ഇന്ന് കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്ന സംഭവത്തെ എങ്ങനെയാണ് CPIM കാണുന്നത്? ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് കയ്യോടെ പിടികൂടുന്ന സാഹചര്യം നിർഭാഗ്യവശാൽ ഏറ്റവും നിർഭാഗ്യകരവും അതുപോലെ തന്നെ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയുന്നതുമല്ല. കാരണം ക്യാമ്പസുകളിൽ ഏറ്റവും ആശയപരമായിട്ടുള്ള സംവാദങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഇടപെടലുകളാണ് ക്യാമ്പസിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ക്യാമ്പസുകളിൽ ഏറ്റവും സംവാദാത്മകമായിട്ട് മാറേണ്ട ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ നിന്ന് മയക്കുമരുന്ന് ലഭിക്കുന്ന തരത്തിലേക്ക്, അത് റെയ്ഡിലൂടെ പിടിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഏറ്റവും നിർഭാഗ്യകരമാണ്. ശക്തമായിട്ടുള്ള നടപടി ഒരു തരത്തിലുള്ള പരിഗണനയും നോക്കാതെ എക്സൈസും പോലീസും സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് അത്തരത്തിൽ തന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ഇന്നലെ കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ ആകമാനം പോലീസും എക്സൈസും ചേർന്ന് പരിശോധിച്ചു. 2 മുറിയിൽ നിന്ന് നിരോധിതമായിട്ടുള്ള കഞ്ചാവ് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ആ മുറിയിൽ ഇൻമേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളെ, അതിൽ ആദ്യത്തെ മുറി എന്ന് പറഞ്ഞാൽ G2 എന്ന മുറിയാണ്. അതിൽ ഏകദേശം 2 കിലോയോളം കഞ്ചാവാണ് പിടിച്ചത്. ആ മുറിയിലെ ശരിക്കും അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടി, അതുപോലെ തന്നെ ആകാശ്, ആദിൽ എന്ന 3 പേരാണ് അവിടെ താമസിക്കുന്നത്. ആ 3 പേരും ആ മുറിയിൽ താമസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പോലീസും എക്സൈസും വരുമ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ മുറിയിലുള്ള ഇൻമേറ്റ്സ് ആരൊക്കെയാണ് എന്നതെല്ലാം പോലീസും എക്സൈസും മനസ്സിലാക്കി. അത് ആദ്യത്തെ കേസായിട്ട് രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തെ മുറിയിൽ ചെല്ലുമ്പോൾ ആ മുറിയിൽ 0.9 ഗ്രാം എന്ന രൂപത്തിലുള്ള മയക്കുമരുന്ന് തന്നെയാണ് പിടിച്ചെടുത്തത്. അവിടെ 2 പേർ താമസിക്കുന്ന മുറിയായിട്ടാണ് മനസ്സിലാക്കിയത്. അതിൽ അവിടെയും ചോദ്യങ്ങൾ വിവരം രേഖപ്പെടുത്തിയതിനു ശേഷം അവിടെ പ്രതിയാക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ രണ്ടാമത്തെ മുറിയിൽ 0.9 എന്ന് പറയുമ്പോൾ അത് ബെയിലബിൾ ഒഫൻസ് ആണ്. അവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തുവിട്ടു. മറ്റേ ആദ്യത്തെ കേസ് 2 കിലോളം കഞ്ചാവുള്ള കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ആ മുറിയിൽ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥിരം താമസക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ കയ്യോടെ പിടികൂടിയ കുട്ടി പറഞ്ഞ 2 വിവരം, അതായത് ഇന്നെ ആളുകളാണ് ഈ മുറിയിൽ താമസിക്കുന്നത്, ഇന്നെ ആളുകളാണ് ഈ ഇത്രയും ഉള്ള കഞ്ചാവ് കൊണ്ടേ വച്ചത് എന്ന് പറഞ്ഞതായിട്ടാണ് ആ കുട്ടികളുടെ തന്നെ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ആ 2 പേരെ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. കാരണം ആ മുറിയിൽ ആകെ 3 പേരാണുള്ളത്. ഏതായാലും എക്സൈസും പോലീസും ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ ആകമാനം വളരെ വിപുലമായിട്ടുള്ള റെയ്ഡും മറ്റ് സംവിധാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ക്യാമ്പസുകൾ, സ്കൂളുകൾ, അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബസ് സ്റ്റോപ്പുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ, നിറം നോക്കാതെ, ജാതി നോക്കാതെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് ജനം ആവശ്യപ്പെടുന്നത്. അത് തന്നെ എക്സൈസും പോലീസും സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ഈ റെയ്ഡുകളുടെയും അതിന്റെ ഭാഗമായി പിടിച്ചെടുത്ത നിരോധിത ഉൽപ്പന്നങ്ങളുടെയും അതിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനകളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും പ്രതികളുടെ എണ്ണവും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ രാഷ്ട്രീയം നോക്കാതെ നടപടിയെടുക്കുമെന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞു. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കലാലയത്തിൽ നിന്നും ഇത് പിടിച്ച ശേഷമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടല്ലോ. അത് SFIയിലെ അവിടുത്തെ സംഘടനാ നേതാവ് തന്നെ അതിൽ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ അയാൾ നിരപരാധിയാണെന്ന് അവിടുത്തെ SFI നേതൃത്വം പറയുന്നു. അതിനുശേഷം ഈ SFIയുടെ ഏരിയ കമ്മിറ്റിയും അതിനെ പിന്തുണയ്ക്കുന്നു. ഇതാണ് നമ്മൾ അവിടെ കണ്ടത്. KSUക്കാരാണ് അതിന് പിന്നിൽ, KSUക്കാർ കൊണ്ടുവച്ചതാണെന്ന് പറയുന്നു. എങ്ങനെ വന്നാലും ഈ നേരത്തെ ഇല്ലാത്ത രീതിയിൽ വിദ്യാർത്ഥി സംഘടനാ
നേതാക്കൾ തന്നെ ഇതിൽ പങ്കാളികളാകുന്നു എന്നത് അതിൻ്റെ ഗൗരവം എത്രത്തോളം കൂട്ടുന്നു എന്നാണ് അരുൺ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞത് മുഖം നോക്കാതെയുള്ള നടപടി എന്നാണ്. അത് അംഗീകരിച്ചുകൊണ്ടാകണം SFIയുടെ സംസ്ഥാന നേതൃത്വവും ഈ കാര്യത്തിൽ ഒരു ജാഗ്രത കുറവ് എന്ന പ്രതികരണത്തിലേക്ക് വരുന്നു. ഇത് ഹോസ്റ്റൽ മുറിയാണ്, ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, കിലോ കണക്കിന് കഞ്ചാവ് അവിടെ കൊണ്ടുവച്ച് വിൽപ്പന നടത്തുകയാണ്. അതായത് സംഘടനാ ഭാരവാഹികൾ വിൽപ്പന നടത്തുന്നു. അതിനുള്ള ത്രാസ്, അളന്ന് മുറിച്ചു കൊടുക്കാനുള്ള ത്രാസ് അടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉൾക്കൊള്ളുന്നു അരുൺകുമാർ? രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഈ ആരോപണം പരിശോധിച്ചാൽ, FIR അടക്കം പരിശോധിച്ചാൽ, ഇതിൽ ഏറ്റവും ആദ്യത്തെ മുറി G2 എന്നുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മുറി, ആ മുറിയിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ്, 2 കിലോയോളം കഞ്ചാവ് പിടിച്ചത്. ആ കേസിൽ ആകാശ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആകാശ് ആണ് ആ സമയത്ത് മുറിയിലുള്ളത്. ആകാശിന്റെ സാന്നിധ്യത്തിലാണ് ഈ 2 കിലോ കഞ്ചാവ് പോലീസ് സ്യൂസ് ചെയ്തത്. ആ സ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ റൂമിൽ ആരൊക്കെയാണുള്ളത്, ആരൊക്കെയാണ് ഈ റൂമിൽ ഇത്തരത്തിലുള്ള നിരോധിത വസ്തു കൊണ്ടുവച്ചത് എന്ന് ആകാശിനോട് ചോദിക്കുമ്പോൾ KSUവിന്റെ മുൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടുള്ള, KSUവിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ആദിലാണ് ഇത് കൊണ്ടുവച്ചത്. ആദിലിന്റെ ഒപ്പം തന്നെ അനന്തു എന്ന് പറയുന്ന KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമുണ്ട്. അപ്പോൾ എനിക്കിതിൽ പങ്കില്ല എന്നാണ് ആകാശിന്റെ വാദം. ആദിലും അനന്തുവും, KSUവിന്റെ മുൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയും അതുപോലെ തന്നെ അനന്തുവും യൂണിറ്റ് കമ്മിറ്റി അംഗവും ഇവരാണ് കൊണ്ടുവച്ചത് എന്ന് പറയുന്നു. സ്വാഭാവികമായും പോലീസ് അവരെ വിളിച്ചു വരുത്തുകയും ഇതിന്റെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ FIRൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച മുറിയിൽ 3 പേർ സ്ഥിരതാമസമുണ്ട്. ആ 3 പേരിൽ ഒരാളെ മാത്രം പ്രതിയാക്കിയിട്ടുണ്ട്. ആ ഒരാളുടെ മൊഴി പ്രകാരം മറ്റു 2 പേർ കൂടി ഈ മുറിയിൽ താമസമുണ്ടെന്നും അവരാണ് ഇത് കൊണ്ടുവച്ചത് എന്ന് ആകാശ് പറഞ്ഞു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു മനസ്സിലാക്കൽ ഉണ്ടാകുമല്ലോ. ഇതിൽ SFI പ്രവർത്തകരാണോ KSU പ്രവർത്തകരാണോ എന്ന തർക്കത്തിനപ്പുറം ഈ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ തന്നെ ഇതിന്റെ വിൽപ്പനയിലേക്ക് അടക്കം കടക്കുന്നു. ഇതിപ്പോൾ പോലീസ് പെട്ടെന്ന് ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡല്ല, 1 മാസം നിരീക്ഷിച്ച ശേഷം നടത്തിയ റെയ്ഡെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ആ നിരീക്ഷണം അവിടെ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ പ്രിൻസിപ്പലിന്റെ പ്രതികരണം കേട്ടല്ലോ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കാത്ത രൂപത്തിൽ ഇതിലൊക്കെ ഹോസ്റ്റലിൽ പ്രവർത്തനം നടക്കുന്നുണ്ടാകണം. പുറത്തുനിന്ന് ആളുകൾ വരാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരു തുറന്ന സംവിധാനമാണ്, ആർക്കും വന്നും പോയും ഉപയോഗിച്ചും വാങ്ങിയും ഒക്കെ നിൽക്കാവുന്ന ഒരു രീതിയിലേക്ക് ആ ഹോസ്റ്റൽ മാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഈ SFIയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ട്. അതാണ് ചോദിക്കുന്നത്. KSUവിൻ്റെ കാര്യത്തിൽ അവരാണ് പറയേണ്ടത്. വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ ഇതിൻ്റെ വിൽപ്പനയ്ക്ക് തന്നെ ഭാഗമാകുന്നു. നമുക്കറിയാമല്ലോ ഇപ്പോൾ സർക്കാർ എത്രത്തോളം ജാഗ്രതായി ലഹരിക്കെതിരെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇതൊന്നും അറിയാത്തവരല്ലല്ലോ ഇതിൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കേണ്ടവരാണ് അല്ലേ, വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കേണ്ടവരാണ്. അവർ വിൽപ്പനയ്ക്ക് ഇറങ്ങിയാണെന്നേ. തീർച്ചയായും വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല അവബോധത്തോടെ, ശരിക്കും ഒരു തരത്തിലും മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ചതിക്കുഴികളിലേക്ക് വിദ്യാർത്ഥി സമൂഹം വഴിതെറ്റി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ. പ്രത്യേകിച്ചും ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ക്യാമ്പസുകൾ, ഏറ്റവും പുതിയ പുതിയ വിഷയങ്ങളിൽ ചർച്ചയും സെമിനാറുകളും സംവാദങ്ങളും എല്ലാം സംഘടിപ്പിച്ച് ആരോഗ്യകരമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. അവർ ആരെങ്കിലും, ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമായിക്കോട്ടെ, അവർ ഉപയോഗിക്കുകയോ ഉപഭോഗമോ അല്ലെങ്കിൽ അതിന്റെ വിൽപ്പനയോ പ്രോത്സാഹനമോ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ട്രാക്കേഴ്സായി മാറുന്ന ഒരു സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അത് അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് യുവത്വം തെന്നി വീഴുന്ന, ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം തെന്നി വീഴുന്ന ഒരു സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. അപ്പോൾ അതായത് ഏത് ക്യാമ്പസ് എന്ന രൂപത്തിലല്ല, അത് പട്ടണത്തിലായാലും ഗ്രാമപ്രദേശങ്ങളിലായാലും അതിശക്തമായിട്ടുള്ള നടപടി തന്നെ ഒരു നിറവും നോക്കാതെ പോലീസും എക്സൈസും സ്വീകരിക്കണം എന്ന അഭിപ്രായക്കാർ തന്നെയാണ് ഞങ്ങൾ. ആരെങ്കിലും അത്തരത്തിൽ നേതൃത്വം കൊടുക്കുന്നവരുണ്ടോ, അവർക്കൊന്നും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനവും കൊടുക്കാതെ അതിശക്തമായിട്ടുള്ള നടപടി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ എടുക്കണം. അതുപോലെ പോലീസും എക്സൈസ് എടുക്കണം, കോളേജ് അതോറിറ്റി എടുക്കണം. അവർ വിദ്യാർത്ഥിയായി ആ ക്യാമ്പസിൽ തുടരാൻ അർഹരല്ല. അത്തരത്തിൽ ശക്തമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം വെച്ച് അവരെ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അത്ര എന്ന രൂപത്തിലല്ല കാണേണ്ടത്. അതിശക്തമായി തന്നെ ഈ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശരി, സുരേഷ് റിച്ചാർഡിലേക്ക്, റിട്ടയർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. ശ്രീ സുരേഷ് റിച്ചാർഡ്, ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് അത് വളരെ വേഗത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ കടന്നു പോകുമ്പോൾ എത്ര പേരാണ് പിടിയിലാകുന്നത്? അതിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, തൊഴിലാളികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഇപ്പോൾ കലാലയങ്ങൾക്ക് സമീപത്തെ കടകൾ നടത്തുന്നവരുണ്ട്. ഇപ്പോൾ ഈ രൂപത്തിൽ എല്ലാ ഭാഗത്തുനിന്നും വിവിധ ജില്ലകളിൽ നിന്നും ഇതിങ്ങനെ പിടികൂടപ്പെടുന്നു. പക്ഷേ ഉറവിടം കണ്ടെത്താനാകുമോ എന്നുള്ളൊരു ആശങ്കയും അവിടെ നിൽക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ ഓപ്പറേഷൻ
എത്രത്തോളം വിജയിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്നിപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ കണ്ട സംഭവത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? കലാലയങ്ങളിൽ നിന്നും ഇത്ര ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും നടത്തി വരുമ്പോൾ ഇത്തരം ലഹരി മരുന്നുകൾ കണ്ടെത്തുന്നതിൽ അത് നിർഭാഗ്യകരമാണ്, നിരാശാജനകമാണ്. അപ്പോൾ അതിൽ ഞാൻ KSU എന്നോ SFI എന്നോ കാണുന്നില്ല, എൻ്റെ മുന്നിൽ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷം മാത്രമാണ്, വിദ്യാർത്ഥി സമൂഹത്തിൽ വെറും ന്യൂനപക്ഷം മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നിശബ്ദരായ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. ആ ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെ നിശബ്ദത വെടിയണം. അവർ അധ്യാപകരുമായി, അധ്യാപക സംഘടനകളുമായി, അതുപോലെ രക്ഷകർത്തൃ സംഘടനകളുമായി ഒത്തുചേരണം. അങ്ങനെ ഒത്തുചേർന്നുകൊണ്ട് ഈ ന്യൂനപക്ഷത്തെ നിയമപരമായ രീതിയിൽ നേരിടണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്നും കലാലയങ്ങളെ ഈ ലഹരിയിൽ നിന്നും നമുക്ക് മോചിപ്പിക്കാൻ പറ്റൂ. അതിങ്ങനെ പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. ഈ വിദ്യാർത്ഥികൾക്ക് എവിടെന്നെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം നോക്കാതെ ആ സപ്പോർട്ടുകൾ കിട്ടില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനകത്ത് നിന്നും പിന്തിരിയും. ഇവർക്ക് നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം റാഗിംഗ് ആകട്ടെ, അതുപോലെ മയക്കുമരുന്നിൻ്റെ വ്യാപനമാകട്ടെ, ഈ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ശക്തമായ നിയമങ്ങളും നിയമ സംവിധാനങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മയക്കുമരുന്ന് ഇപ്പം അഡ്വക്കേറ്റ് അരുൺകുമാർ പറയുകയുണ്ടായി, ബെയിലബിൾ ഒഫൻസ് ശരിയാണ്. സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന രീതിയിലാണ് നമ്മൾ കേസ് എടുക്കുമ്പോൾ നോക്കുന്നത്. തീർച്ചയായിട്ടും സ്മോൾ ക്വാണ്ടിറ്റിയിൽ ബെയിൽ കിട്ടാവുന്നതാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, വലിയ അളവിലുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്ത് ആദ്യം ഒരു കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ വീണ്ടും അതേ കേസിൽ അയാൾ പിടിച്ചാൽ പ്രോസിക്യൂഷൻ തെളിയിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ മാത്രമേ അദ്ദേഹത്തിന് ആ പ്രതി കൊടുക്കാൻ പറ്റൂ. NDPS ആക്ടിലെ സെക്ഷൻ 57A പ്രകാരം ബഹുമാനപ്പെട്ട കോടതിക്ക് രണ്ടാമത് അയാൾ ശിക്ഷിക്കുമ്പോൾ വധശിക്ഷ മാത്രമേ കൊടുക്കാൻ പറ്റൂ. എന്നാൽ നമ്മുടെ പഴയ IPC പ്രകാരം അല്ലെങ്കിൽ ഭാരതനായ സംഹിത പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ കൊടുക്കാമെന്നുള്ള നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഗഞ്ചാവ്, 1 കിലോ ഗഞ്ചാവ് കൈവശം വെക്കുന്നവർക്കല്ലേ കുറ്റം തെളിഞ്ഞാക്ക് 6 മാസവും 10,000 രൂപയുള്ളെങ്കിൽ പോലും ആ ഗഞ്ചാവിന് വേണ്ടി ധനസഹായം കൊടുത്ത മറ്റൊരാളാണെങ്കിൽ അത് തെളിഞ്ഞാൽ അയാൾക്ക് 10 വർഷം മുതൽ 20 വർഷം വരെയും 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയുമാണെന്നുള്ള നമ്മൾ ഓർക്കണം. അതുപോലെ അബ്കാരി ആക്ടിലെ സെക്ഷൻ 68 പ്രകാരം സാമ്പത്തിക കുറ്റാന്വേഷണത്തിനും ആ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ അപര്യാപ്തതയല്ല, മറ്റെവിടെയോ എന്തൊക്കെയോ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥി സമൂഹം, ഭൂരിപക്ഷ വിദ്യാർത്ഥി സമൂഹം ഉണരണം, ഈ ന്യൂനപക്ഷത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം. അത് എങ്കിൽ മാത്രം, അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രക്ഷാകർത്താക്കളും അതുപോലെ അധ്യാപക സംഘടനകളും രാഷ്ട്രീയ ഭേദമന്യേ, അതുപോലെ ജാതി മത ഭേദമന്യേ മറ്റ് സംഘടനകളും സാംസ്കാരിക സംഘടനകളും എല്ലാം ഇറങ്ങണം. അതിന് വേണ്ടുന്നത് ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ അത് സമയബന്ധിതമായി തീർക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ, അത് സംസാരത്തിൽ വാചകത്തിൽ ഒതുക്കിയാൽ പോരാ, അത് എത്രയും പെട്ടെന്നൊരു ആക്ഷൻ പ്ലാൻ രൂപം കൊടുത്തുകൊണ്ട് അതിനെതിരെ ഒരു മുന്നേറ്റം, സാമൂഹ്യ മുന്നേറ്റം, ഒരു ജനകീയ മുന്നേറ്റം തന്നെ നമ്മൾ നടത്തിയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കേരളം ഒരു ഭ്രാന്താലയായി മാറുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ PK നവാസ്, ഇതിപ്പോൾ യൂത്ത് ലീഗിൻ്റെതായ ലഹരി വിരുദ്ധ പരിപാടിയുണ്ട്, SFIക്കും DYFIക്കും അവരുടേതായ പരിപാടികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ പിടികൂടപ്പെട്ടവരിൽ SFI പ്രതിനിധികളാണുള്ളത്. പക്ഷേ അവർ പറയുന്നു ആ മുറിയിൽ യഥാർത്ഥത്തിൽ KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നതെന്ന്. അങ്ങനെ പരസ്പരം പഴിചാരാൻ ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഈ സംഘടനകളുടെയൊക്കെ ഭാരവാഹികൾ തന്നെ ഈ ലഹരി ഉപയോഗത്തിനും ലഹരി വിൽപ്പനയ്ക്കും നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഞങ്ങളല്ല അവരാണ് എന്ന് എത്ര വേണമെങ്കിലും തർക്കിച്ച് നിൽക്കാം. പക്ഷെ അതിലപ്പുറം ഞങ്ങൾക്ക് എത്ര ഉത്തരവാദിത്വം എന്ന ഓരോ സംഘടനയും ആലോചിക്കേണ്ട സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്രത്തോളം അതിൽ ആലോചന എടുത്തിട്ടുണ്ട് നവാസ്? തീർച്ചയായിട്ടും സ്മൃതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും പോലെ തന്നെ ഗൗരവമായി തന്നെയാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചത്. കേരളം ഒന്നടക്കം ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനിലാണ്. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രഖ്യാപിക്കാത്ത ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയില്ല. കേരളത്തിലെ ചാനലുകൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ എല്ലാവരും ഈ ക്യാമ്പയിനിലാണ്, തർക്കമൊന്നുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരും. ഞാൻ 2 കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, രാജ്യത്ത് നേരത്തെ ഇവിടെ നമ്മുടെ റിട്ടയർഡ് എക്സൈസ് സാർ ഇവിടെ സൂചിപ്പിച്ചു, രാജ്യത്ത് കർശനമായൊരു നിയമമുണ്ടോ?
ഉണ്ടെങ്കിൽ ആ നിയമത്തിൽ എന്തെങ്കിലും പഴുതുകളുണ്ടോ അത് പുനഃപരിശോധിക്കാൻ സമയമായിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. കാരണം ഇപ്പം നമുക്കറിയാം കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഒരു FIRൽ ഞങ്ങൾ FIR പരിശോധിക്കുമ്പോൾ 201 നമ്പർ FIR ബെയിലബിൾ ആണ്, 282 നമ്പർ FIR അത് നോൺ ബെയിലബിൾ ആണ്. ഒരേ വിഷയത്തിൽ എങ്ങനെയാണ് ബെയിലബിൾ നോൺ ബെയിലബിൾ ഓരോ മുറിയിൽ നിന്നും കണ്ടെത്തിയ കഞ്ചാവിന്റെ അളവിൽ വ്യത്യാസമുണ്ട് നവാസ്. അതെ, തീർച്ചയായും ഞാൻ അതാ പറഞ്ഞത്. ക്വാണ്ടിറ്റിയുടെ കുറവിന്റെ അടിസ്ഥാനത്തിൽ ബെയിലബിൾ നോൺ ബെയിലബിൾ ആയി മാറുന്നു. ലഹരി എത്ര ക്വാണ്ടിറ്റി ആയാലും നിയമം കർശനമാകണം. പ്രത്യേകിച്ച് ക്യാമ്പസുകൾക്കകത്ത് പിടിക്കപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല. നിയമം പരിഷ്കരിക്കപ്പെടണം എന്ന് തന്നെയാണ് സ്മൃതി ഞങ്ങൾ പറയുന്നത്. നിയമം പരിഷ്കരിക്കുകയും അത് കർശനമായി നടപ്പിലാക്കുകയും വേണം. മറ്റൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടത്, നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വൈകിയാണ് നിങ്ങളുടെ ചർച്ചയിൽ ജോയിൻ ചെയ്തത്. പ്രിയപ്പെട്ട CPMന്റെ പ്രതിനിധി അരുൺകുമാറിന്റെ സംസാരം കുറച്ച് ഞാൻ കേട്ടു. ഈ കേരളത്തിൽ പോലീസ് വളരെ അഭിനന്ദനാർഹമായ രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 15-20 ദിവസങ്ങളായി സമ്മതിക്കേണ്ട കാര്യമാണ്. പോലീസിനെ അഭിനന്ദിക്കാൻ ഒരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ പോലീസിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോഴൊരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണ് ആ ചോദ്യം? ഇത്രയും കാലം ഈ ലഹരി മാഫിയ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇത്രയും കാലം ഈ പോലീസ് എവിടെയായിരുന്നു? ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ സമയത്ത് ചോദിച്ചുകൊണ്ട് ഒരു പോലീസിന്റെ മോട്ടീവിനെ ചോദ്യം ചെയ്യാൻ ഈ സമയത്ത് ഞാൻ നിങ്ങളടക്കം ഈ സമയത്ത് പ്രതിരോധ പരിപാടികളിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളും ഞങ്ങളും വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് പരിപാടി നടത്തുകയാണല്ലോ. അപ്പോൾ ഓരോ മാധ്യമങ്ങളും അതിലേക്കൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? ഈ ലഹരി ഉപയോഗം അക്രമങ്ങളിലേക്ക്, അതിക്രൂരമായ ക്രൈമുകളിലേക്കൊക്കെ കടന്ന പശ്ചാത്തലത്തിലാണല്ലോ. ഇനി കാത്തു നിൽക്കാൻ സമയമില്ല എന്ന തിരിച്ചറിവിലാണല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ നിന്ന് കാണാമെന്ന് തോന്നുന്നു. അതെ, അല്ല, അങ്ങനെ കാണാൻ പ്രയാസമുണ്ട് സ്മൃതി. ഇനി കാത്തു നിൽക്കാൻ സമയമില്ലാതെ കൊല്ലലും കൊല വിളിക്കലും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സമയത്ത് ഇറങ്ങേണ്ടവരല്ല കേരളത്തിന്റെ പോലീസും വിജിലൻസും സംവിധാനം ഒന്നും. അത് അവരതിന് മുമ്പേ ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടവരാണ് അവർ എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിയമവും നിയമപാലകന്മാരും കർശനമായി വരണം. ഇപ്പോൾ പോലീസ് എടുക്കുന്ന ആക്ഷൻ പ്ലാൻ അതിന് 100% അഭിനന്ദിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം സ്മൃതി, അതുകൂടെ പറയട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ അരുൺകുമാറിന്റെ സംസാരം അത് KSUവിന്റെ ഭാരവാഹിയുടെ റൂമാണ് അല്ലെങ്കിൽ മറ്റേതോ വിദ്യാസംഘത്തിന്റെ റൂമാണ് എന്നതാണ്. ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിടിക്കപ്പെടുന്നവർക്ക് രാഷ്ട്രീയമായ സംരക്ഷണം നൽകുന്നു എന്നത് തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 281 നമ്പർ FIRൽ നിന്ന് ആ വിദ്യാർത്ഥി ഞാൻ മനസ്സിലാക്കുന്നത് 18 വയസ്സ് തികയാത്തൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് ആരാണ് ജാമ്യത്തിലെടുത്തത്? ഞാനിന്ന് അന്വേഷിച്ചു. ആരാ ജാമ്യത്തിലെടുത്തത്? SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ, ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹമാണ് ജാമ്യത്തിലെടുക്കുന്നത്. ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അകത്തുപോയ ഒരാളെ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാളെ ജാമ്യം എടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു വിദ്യാർത്ഥി സംഘടന ഏൽക്കേണ്ടതില്ല, ഒരു രാഷ്ട്രീയ സംഘടന അത് ഏറ്റെടുക്കേണ്ടതില്ല. അങ്ങനെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്. അത് മാത്രമാണോ? അത് കഴിഞ്ഞ് ആദ്യത്തെ പത്രസമ്മേളനം, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ആദ്യ പത്രസമ്മേളനം കാണിച്ചത് SFIയുടെ ഏരിയ ഭാരവാഹികളുടെ പത്രസമ്മേളനമാണ്. എന്താ അവർ പറയാൻ ശ്രമിച്ചത്? ഇത് ഞങ്ങളല്ല, ഇദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയാൻ. ആ സമയത്താണ് പോലീസ് പറഞ്ഞത് ഞങ്ങൾ വീഡിയോ ഉൾപ്പെടെ ഞങ്ങൾ മുൻപ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴല്ലേ SFIക്കും തിരുത്തേണ്ടി വന്നത്. ഞാൻ ഇത് SFI ആണോ, KSU ആണോ, MSF ആണോ, ABVP ആണോ എന്നതല്ല. രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കാണിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ SFI പ്രവർത്തകൻ പിടിയിലായപ്പോൾ പറയുന്ന കാര്യം ലഹരി ശൃംഖല SFIയുടെ കയ്യിലാണ് എന്ന രൂപത്തിലൊരു പരാമർശം നടത്തുന്നത് എങ്ങനെയാണ്? നാളെ ഒരു KSU പ്രവർത്തകൻ പിടിയിലാകില്ല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിലാകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? യൂത്ത് ലീഗിനും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഉപയോഗിക്കുന്നവർ എല്ലാ സംഘടനകളിലും ഉണ്ടാകാം. സ്മൃതി, ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കാം. ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനെയും യുവജന സമൂഹത്തിനും ഇടയിൽ പിടിപെട്ടിട്ടുള്ള ഒരു ക്യാൻസറാണ് ലഹരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ റാഗിങ്ങും ലഹരിയും അനിയന്ത്രിതമായ രൂപത്തിലേക്ക് പിടിപെട്ടിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ ഓർഗനൈസേഷൻ, വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായി എല്ലാ വിദ്യാർത്ഥി സംഘടന ഉള്ളവർ പെട്ടേക്കാം, പെടാതിരുന്നേക്കാം. അത് ഏതെങ്കിലും ഒരു സംഘടനയിൽ പെട്ടു എന്നുകൊണ്ട് തള്ളിക്കളയാനോ ഞങ്ങളുടെ സംഘടന ഇതുവരെ പെടാത്തതുകൊണ്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറയാനോ ഒരു വിദ്യാർത്ഥി സാധ്യമല്ല. പക്ഷേ ഉണ്ടായാൽ, ഐഡന്റിഫൈ ചെയ്താൽ അതിനെങ്ങനെ നമ്മൾ നേരിടണം, അത് വിദ്യാർത്ഥികൾ മാതൃകയാകണം. നിർഭാഗ്യവശാൽ ഈ നിലവിൽ ഇന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ ആ മാതൃകാപരമായ ഒരു സമീപനം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടു. നിങ്ങളുടെ ചാനലിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് തന്നത് ഞാൻ കണ്ടു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഏത് സംഘടനപ്പെട്ടവരായാലും അതിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം അദ്ദേഹവുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു. ഞങ്ങൾ ഇന്ന് എറണാകുളത്തുണ്ട്. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു. നിലവിൽ പിടിക്കപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സ്റ്റേഷനിലുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും സംഘടനാ ഭാരവാഹി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പുറത്തു വരികയും അറസ്റ്റ് ചെയ്യപ്പെടുകയും നിയമ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്.
ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഏതു സംഘടനപ്പെട്ടവരായാലും നമ്മൾ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെയും സപ്ലൈ ചെയ്യുന്നവരെയും മാറിൽ പിടിച്ച് പോലീസിന്റെ കൈകളിലേക്ക് കൊണ്ടുകൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തവരല്ലേ? എന്നിട്ടല്ലേ ക്യാമ്പയിൻ ഇറങ്ങിയത്? നമ്മൾ എങ്ങനെയാണ് പോലീസ് കൊണ്ടുപോയ ആളെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കാൻ SFIയുടെ ജില്ലാ നേതാവും ഏരിയ നേതാവും എങ്ങനെയാ പോവുക? അതിനെങ്ങനെ അരുൺകുമാർ നിങ്ങൾ ന്യായീകരിക്കുക? ഇപ്പൊ അത് KSU ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളോ ഞാനോ അല്ലല്ലോ പറയേണ്ടത്. അന്വേഷിക്കട്ടെ പോലീസ്. ഈ വിദ്യാർത്ഥികൾ, പിടിക്കപ്പെട്ട വിദ്യാർത്ഥി പോലും ആദ്യം പറഞ്ഞ എന്താ? ഞാൻ നിരപരാധിയാണ്, എന്നെ പോലീസ് വെറുതെ പെടുത്തിയതാണെന്നാണ്. അങ്ങനെയാണോ? പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ നിരപരാധികളെ പെടുത്തിയതാണോ? എങ്കിൽ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുക. അപ്പൊ നമുക്ക് പ്രതിഭ MLAയുടെ മകൻ, ആ മകനുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായി. ആ കേസിൽ അതുമായി ബന്ധപ്പെട്ട് ആ അമ്മയെ ഏതെങ്കിലും തരത്തിൽ പ്രതിസ്ഥാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷേ അവര് വെള്ളപൂശാൻ, അത് ഉപയോഗിച്ചവർ വെള്ളപൂശാൻ 2 പുകയിടുന്നവരല്ല കേരളത്തിലെ കുട്ടികളെന്ന് പറയുന്ന ഒരു മന്ത്രി കേരളത്തിലുണ്ടല്ലോ. അത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? അതിന് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണോ? ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് എവിടെയുള്ളത്? സ്ഥലം മാറ്റി പോകുമ്പോൾ അത് കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? അപ്പൊ ഞാൻ പറയുന്നത്, പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുക എന്നത് തെരുവിലായാലും ക്യാമ്പസുകളിലായാലും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എടുക്കേണ്ട സ്റ്റാൻഡാണ്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടണം. എന്റെ വിദ്യാർത്ഥി, ഞാൻ MSFന്റെ പ്രസിഡന്റാണ്, എന്റെ വിദ്യാർത്ഥി സംഘടന അനുയായികളോടും മറ്റു വിദ്യാർത്ഥി സംഘടന അനുയായികൾക്കും അത് ബോധ്യപ്പെടണം. ഞങ്ങൾ ആരും ഈ ഒരു കേസിൽ, റാഗിംഗ് കേസിലാവട്ടെ ലഹരി കേസിലാവട്ടെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവില്ല. ഒരു പ്രഖ്യാപനം നടത്തണം. പകരം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഭാഗത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഏരിയ കമ്മിറ്റിയുടെ വക്കീൽ ഉൾപ്പെടെ അവിടെ പോയിട്ട് ജാമ്യം എടുത്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ ജാമ്യത്തിൽ അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ അന്വേഷിച്ചു. കുട്ടികളുടെ രക്ഷിതാക്കൾ വന്നോ? വന്നില്ല. നമുക്കറിയാം, പോളി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞു പോകുന്ന കോഴ്സാണ്. +2 അപൂർവം പേരെ കഴിഞ്ഞു പോകാറുള്ളൂ. ആ കുട്ടികൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന 18 വയസ്സിന് താഴെയാണ്. അങ്ങനെയാകുമ്പോൾ അവരെ ജാമ്യത്തിൽ വിടണ്ടേ? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു കോളേജുമായി ബന്ധപ്പെട്ട് സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിൽ തർക്കം ഉണ്ടായി. കോട്ടക്കൽ പോലീസ് മാതൃകാപരമായ സമീപനം സ്വീകരിച്ചു. അവിടെ ആ തർക്കത്തിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ തല്ലാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്നിടത്ത് നിന്ന് ആ 16 കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. രാത്രി പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. രാവിലെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഒപ്പിട്ട് സ്റ്റേഷനിൽ നിന്ന് ഒപ്പിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. മാതൃകാപരമായ സമീപനമാണല്ലോ. ഇവിടെയോ അറസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം SFIയുടെ ഏരിയ നേതാക്കന്മാർ സ്റ്റേഷനിലെത്തുന്നു. അവരുടെ ജാമ്യത്തിൽ താൻ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് അവരെ വെച്ച് പത്രസമ്മേളനം നടത്തുന്നു. ഈ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇത്തരം ആളുകൾക്ക് കിട്ടരുത് എന്നതിനെ കുറിച്ച് എല്ലാവരും ഐക്യകണ്ഠേന നിൽക്കണം. അല്ലാതെ അതാ വിദ്യാർത്ഥി സംഘടനയാണ്, അത് മറ്റവന്റെ റൂമിലാകാൻ ഉണ്ടായിരുന്നു, അയൽപക്കത്തെ രാഷ്ട്രീയ പാർട്ടി മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. SFI സംസ്ഥാന നേതൃത്വം ഇന്ന് വൈകിട്ട് പ്രതികരിച്ചിരിക്കുന്നത് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടത് പരിശോധിക്കും എന്നാണ്. അവിടെയും എനിക്ക് വിയോജിപ്പുണ്ട് സ്മൃതി. ജാഗ്രത കുറവാണോ? ജാഗ്രത കുറവല്ല, തെറ്റു സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണ്ടേ? ഇത്തരത്തിലൊരു കേസിൽപ്പെട്ടയാൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അയാൾ സ്വയം നിരപരാധിത്വം തെളിയിക്കണം എന്നല്ല രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ടത്. ഏരിയ കമ്മിറ്റിയുടെ വക്കീൽ പോയിട്ട് ജാമ്യം എടുക്കാൻ പാടുണ്ടായിരുന്നില്ല എന്ന് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറയണ്ടേ? അങ്ങനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ നിരപരാധിത്വം തെളിഞ്ഞ ശേഷം അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അതല്ലെങ്കിലോ അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ അർഹമായ ശിക്ഷ ഏറ്റുവാങ്ങണം. അതൊരു തെറ്റാണ് എന്നല്ലേ സ്റ്റേറ്റ് സെക്രട്ടറി പറയേണ്ടത്? പകരം ചെറിയ രൂപത്തിലുള്ള ഒരു ജാഗ്രത കുറവുണ്ടായി എന്നൊരു വാചകം കൊണ്ടാണോ അത് കവർ ചെയ്യേണ്ടത്? എനിക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹത്തിന്റെ വാചകത്തോട്. അങ്ങനെയല്ല, ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ടെന്നാണ് അഭിപ്രായം. ഡോക്ടർ ബിൻസി ഹുസൈൻ, ഇപ്പോൾ പോലീസും എക്സൈസും ഒക്കെ ഇപ്പോൾ ലഹരി മാഫിയയെ എങ്ങനെയെങ്കിലും പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുടെ സംഘടന IMA ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്യുന്ന കാര്യങ്ങൾ? IMA ഇപ്പോഴല്ല, ഇതിനു മുന്നേ തന്നെ വർഷങ്ങളായിട്ട് IMAയും സൈക്യാട്രി സൊസൈറ്റിയും ബോധവൽക്കരണ ക്ലാസുകൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും സ്ഥിരമായിട്ട് നടത്താറുണ്ട്. എനിക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇഷ്യൂ എന്നെ ഭയപ്പെടുത്തുന്നത് ഏത് സംഘടന ചെയ്തു എന്നുള്ളതല്ല. ഇത്രയും എമൗണ്ട് സാധനം നമ്മുടെ കളമശ്ശേരിയിൽ ആ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കിട്ടുകയുണ്ടായി. അത്രയും സാധനം ഈ 20 കിലോയോ 5 കിലോ ഓട്ടോറേറ്റ് മേ ബി അത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാവാം? അവിടെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശത്തുള്ള കുട്ടികൾ, ഏത് സംഘടന എന്നുള്ള വിടും. ഓക്കെ, പക്ഷെ ഇതിൻ്റെ അർത്ഥം ഇത്രയും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു ചർച്ചയാണ് നമ്മൾ പോകേണ്ടത്. ആക്ച്വലി പോളിടെക്നിക്കിൽ വരുന്ന കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാ 10ാം ക്ലാസ് കുറച്ച് മാർക്ക് പുറകോട്ടുള്ളവരോ അല്ലെങ്കിൽ +2 മാർക്ക് പുറകോട്ടുള്ളവരെയാണ്. ഇവരുടെ ബാക്കിലേക്കുള്ള ഹിസ്റ്ററി എടുത്തിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, ഏത് സമയത്താണ്, സ്കൂളിലുള്ള മിസ്റ്റേക്കുകളാണോ അതോ വിദ്യാർത്ഥികൾ അതായത് കൂട്ടുകാരുടെ ഇടയിലുള്ളതാണോ അതോ കുടുംബത്തിലുള്ള പ്രശ്നത്തിലാണോ, എവിടെയാണ് ഇഷ്യൂ വരുന്നത്, എവിടെയാണ് ഈ വിദ്യാർത്ഥികൾ തുടങ്ങുന്നത്? ഇപ്പോൾ എനിവേ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രശംസനീയമാണ്. പക്ഷേ ഇത് കുറച്ച് വൈകി എന്നാണ് ഞങ്ങൾ IMAയുടെ ഭാഗത്തു നിന്നും സൈക്യാട്രി സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ കോവിഡിന് ശേഷം
ഒരുപാടധികം, ഞാൻ പറയുകയാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആലുവയിൽ നിന്ന് ഞാൻ കാണുകയുണ്ടായിരുന്നു. അതായത് 12 വയസ്സുള്ള ഒരു കുട്ടി കഞ്ചാവ് ഉപയോഗിക്കുകയും സ്വന്തം കൂട്ടുകാരനെ കത്തിക്ക് കുത്തുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് 3 വർഷം മുന്നേ. ഈ കോവിഡിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ കൂടിയിട്ടുണ്ട്. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ആളുകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് കൂട്ടുകാർ എന്ന് പോലും സ്വന്തം മാതാപിതാക്കൾക്ക് അറിയില്ല. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, നമ്മളുടെ കൂട്ടുകാരുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ്, അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എല്ലാം എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. ആ ഒരു ഉപയോഗിക്കുന്നവരെ ഉപദേശിച്ചു മാറ്റുക ഇനി സാധ്യമല്ലല്ലോ ഡോക്ടർ ബൻസീർ ഹുസൈൻ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. കഴിഞ്ഞ കാര്യം ഇല്ല, ഉപയോഗിക്കുന്നവരെ ഉപദേശിച്ച് മാറ്റുകയല്ല. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു നോർമലൈസേഷനിലേക്ക് പോയിട്ടുണ്ട്. അതായത് 2 കഞ്ചാവ് വലിച്ചു അല്ലെങ്കിൽ 2 സിഗരറ്റ് വലിച്ചു എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ കൂടെ ഒരു മാതാവ് പറഞ്ഞിട്ടുണ്ട്, ആ സാറേ അവൻ 2 കഞ്ചാവ് വലിക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ 2 സിഗരറ്റ് വലിക്കാറുണ്ട്, അത് അവരുടെ വീട്ടിലെല്ലാവരും വലിക്കുന്നുണ്ട് അത്രേ. ആ ഒരു നോർമലൈസേഷനിലേക്ക് ഇത് പോയി. പണ്ട് ഈ പറഞ്ഞ കൊലപാതകങ്ങൾ പണ്ട് നമുക്ക് പേടിയായിരുന്നു. പണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നത് നമുക്ക് കണ്ടാൽ നമ്മൾ ഞെട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെയിലി ഈ ജനുവരി 1-ാം തീയതി പോലെ ഞാൻ എല്ലാ ദിവസവും വാർത്ത നോക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും എന്തെങ്കിലും ഉണ്ട്, ലഹരി പിടിച്ചു. ഇറ്റ് ഹാസ് ബിക്കം എ നോർമലൈസ് തിങ്. അത് ജനങ്ങളിലേക്ക് അതിൻ്റെ അവബോധം ഉണ്ടാക്കണം. ഇതും കൂടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് സ്കൂൾ തലത്തിൽ മുതൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഇതുവരെ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പോലീസ് പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് കാരണം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം വിദ്യാർത്ഥികളെ ചെറുപ്പകാലം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ബുദ്ധിമുട്ടിന് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആളുകൾ പറഞ്ഞ പോലെ പാരൻസ്, ഫാമിലി അസോസിയേഷൻസ്, എല്ലാ സംഘടനകളും, പോലീസും, എല്ലാ സംഘടനകളും ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് കഴിഞ്ഞ കാര്യങ്ങൾ വിടുക. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരാളോട് പോയിട്ട് എന്താണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ താൻ അവിടെ ചോദിക്കാമെന്ന് ചോദിക്കുക തിരിച്ച്. ഒരു സദാചാര പോലീസ് കളിക്കാൻ പാടില്ല. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. എൻ്റെ അടുത്ത് മിനിയാന്നൊരു ടീച്ചർ പറഞ്ഞാണ്, സാർ ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി ഒരു പയ്യൻ്റെ കൂടെ കയറി പോകുന്നത് കണ്ട് ഞാൻ ചോദിച്ചു. പിറ്റേ ദിവസം ഇവൻ എൻ്റെ മുമ്പിൽ ബൈക്ക് വട്ടം കറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ ബഹളം വെച്ചുകൊണ്ട് വട്ടം കറക്കുന്ന അവസ്ഥ ഈ പെൺകുട്ടി ഇരുത്തിക്കൊണ്ട്. പിന്നെ ഇതുവരെ ആ ഒരു വിദ്യാർത്ഥിനിയോട് ടീച്ചർ മിണ്ടിയിട്ടുള്ള ടീച്ചർ പറയുന്നത്. കാരണം ടീച്ചർമാർക്ക് പേടിയാണ്, ഇവരെന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിന് കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഫാമിലീസിലെ ഇഷ്യൂസ്, സ്കൂൾ ഇഷ്യൂസ്, ഇതെല്ലാം ഡീല് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മിഥ്യാധാരണയാണ്. അടുത്ത 2 ആഴ്ചയോ 3 ആഴ്ചയോ കൊണ്ട് മിഥ്യാധാരണയാണ്. കുറച്ച് പേരെ പിടിച്ചേക്കാം, കുറച്ച് പേരെ പോലീസിലുണ്ടായേക്കാം, കുറച്ച് കേസ് ഉണ്ടായേക്കാം, കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, മാധ്യമങ്ങളിൽ വരുമായിരിക്കാം. പക്ഷേ ഇതൊരു ഫൈനൽ സൊല്യൂഷൻ അല്ല. ഇത് സ്ഥിരമായിട്ട് അടുത്ത ഒരു 5-6 മാസം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ നടന്നെങ്കിൽ മാത്രമാണ് ഇനി വരുന്ന ഒരു ജനത, അതായത് മുമ്പോട്ട് വരുന്ന ഒരു ജനത ഇതിൽ നിന്ന് മുക്തമാവത്തുള്ളൂ. ഇതിൽ കൂടുതൽ ഇഷ്യൂസ് ഞങ്ങൾ കാണുന്നത്, പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ ഇൻഫോ പാർക്കിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഏരിയയിൽ ജോലി ചെയ്യുന്ന ഒരുപാടധികം ആളുകളിൽ, ഫ്ലാറ്റുകളിൽ ഇതിൻ്റെ അതിപ്രസരമുണ്ട്. ഞങ്ങൾ കാണുന്നതാണ്. വിദ്യാർത്ഥികളെയും പഠിക്കുന്ന ആളുകളെയും ജോലി ചെയ്യുന്ന ആളുകളെയും കാണുന്നതാണ്. പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ. സാറേ ഞങ്ങൾ എന്താ പരിപാടി, ശനി ഞായർ ഇതാണ് പരിപാടി. ഇത് മാത്രമല്ല കൂടിയ ലഹരി വരെ, MDMA വരെ ഉപയോഗിക്കുന്ന, MDMA ഡെയിലി ഉപയോഗിക്കുന്ന ആളുകളെ വരെ, സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ശരിയാണ്. പക്ഷേ അത് കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്, അവരുടെ സമൂഹത്തെ ബാധിക്കുന്നു, മക്കളെ ബാധിക്കുന്നു. ഈ ബന്ധത്തിലുള്ള മക്കൾ ഇത് കണ്ടാണ് വളർന്നു വരുന്നത്. ഇത് അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അഫാന്റെ കാര്യം വായിച്ചു. അഫാന്റെ കാര്യത്തിൽ മദ്യപാനം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം കണ്ടു വളരുന്ന ഒരു സമൂഹത്തിൽ ലഹരിയില്ല. പക്ഷെ ഇതെല്ലാം കണ്ടു വളരുന്ന ഒരു സമൂഹമാണ് ഇതെല്ലാം. ഓക്കെ, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തന്നെ ഞെട്ടുകയാണ്. ഈ ഓരോ ദിവസം അതല്ലാത്ത റാഗിംഗ് കേസുകളുണ്ടല്ലോ. കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്നതും നമ്മൾ കണ്ടതാണ്. ഈ തരത്തിൽ സംഭവിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ജാഗ്രത കുറവുണ്ടായി എന്ന വാക്കിന് എന്താണ് യഥാർത്ഥ അർത്ഥമെന്ന PK നവാസ് ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു ചെറിയ ശരിയുണ്ടല്ലോ. ഈ ജാഗ്രതക്കുറവുണ്ടായി എന്ന് പറയുമ്പോൾ അറിയാതെ സംഭവിച്ചു പോവുക, ശ്രദ്ധയിൽപ്പെടാതെ വരിക എന്നൊക്കെയാണല്ലോ അതിനർത്ഥം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇതിൻ്റെ സംഘടനാ ഭാരവാഹികൾ തന്നെ ഹോസ്റ്റൽ മുറിയിൽ കൊണ്ടുവച്ച് വിൽപ്പന നടത്തുകയാണ്. അതിൻ്റെ വിൽപ്പനയ്ക്കുള്ള ത്രാസ് അടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ ജാഗ്രതക്കുറവാണോ യഥാർത്ഥത്തിൽ? പിഴവ് പറ്റി ആ പിഴവ് പറ്റിയവരെ സംഘടനയിൽ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നതായിരുന്നില്ലേ വരേണ്ട വാചകം?
ഞാൻ അതിലേക്ക് വരാം. ആദ്യം ശ്രീ പി കെ നവാസ് പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയായി എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിനെ അഭിനന്ദിക്കുന്നു എന്നതാണ്. അത് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം 8 ദിവസം കൊണ്ട് 3568 റെയ്ഡ്, അതുപോലെ തന്നെ 33,709 വാഹന പരിശോധന, അതിൽ 1.9 കോടി രൂപയുടെ മയക്കുമരുന്ന് കണ്ടെത്തുന്നു. അതുപോലെ 554 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, 570 പേരെ പ്രതി ചേർക്കുന്നു, 555 പേരെ കയ്യോടെ പിടികൂടുന്നു. ഈ മാർച്ച് മാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ള തീയതി. അത് വീണ്ടും ഒരു 7 ദിവസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 13 മുതൽ 20 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജാഗ്രതയായിട്ടുള്ള ഇടപെടൽ ശക്തിയായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇപ്പം മാത്രമല്ല, ഈ 2024 വർഷം മൊത്തത്തിലെടുത്താൽ അബ്കാരി കേസുകൾ തന്നെ 21,275 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. NDPS കേസ് 9,035 അതുപോലെ തന്നെ കോപ്റ്റാക് സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 79,615 കേസാണ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാരണം, ഈ രാജ്യത്ത് ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെങ്കിലും ഇതിന്റെ ഉപഭോഗവും മറ്റു കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. കാരണം ഇതിന്റെ ഒരു ഹബ്ബായിട്ട് അറിയപ്പെടുന്നത് പഞ്ചാബാണ്. അപ്പോൾ വളരെ ചെറിയ ഒഫൻസിന് പോലും കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, മാതൃകാപരമായി നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ടേബിളും കണക്കുകളും പരിശോധിച്ചാൽ നമുക്ക് പറയാൻ കഴിയുക. പാർലമെന്റിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വച്ച കണക്ക് എന്റെ മുന്നിലുണ്ട്. അതിൽ കൃത്യമായി ഓരോ സംസ്ഥാനത്തും അടുത്ത കാലത്ത് കഴിഞ്ഞ 5-6 വർഷമായി രജിസ്റ്റർ ചെയ്ത കേസിന്റെ കണക്ക് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേരളം മാതൃകാപരമായി പോലീസും എക്സൈസും മുന്നോട്ട് പോകുന്നുണ്ട്. അത് എല്ലാ വിഭാഗം ആളുകളും സ്വാഗതം ചെയ്യണം. എല്ലാവരും റെസിഡൻസ് അസോസിയേഷൻ, ക്ലബ്ബ്, വായനശാലകൾ, അതുപോലെ തന്നെ PTA, അതുപോലെ രക്ഷിതാക്കൾ എല്ലാവരും ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകണം. മാധ്യമങ്ങളടക്കം കോപ്പറേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കെടുതികളിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ കഴിയൂ. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു SFIക്കാരൻ താമസിച്ച മുറി, അതായത് SFIയുടെ ഭാഗമായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രതിനിധി താമസിച്ച മുറിയിൽ നിന്ന് 0.9 ഗ്രാം പിടിക്കുകയാണ്. അപ്പോൾ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. എന്നാൽ KSUവിന്റെ ആർട്സ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചയാളും ഈ നിലവിലെ യൂണിറ്റ് കമ്മിറ്റി അംഗവും KSUവിന്റെ സജീവ പ്രവർത്തകനും താമസിച്ച 3 പേർ താമസിച്ച മുറിയിൽ നിന്ന് 2 കിലോ പിടിക്കുന്നു. അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടായിട്ട് KSUവിന്റെ നേതാവ് പറഞ്ഞില്ല. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നില്ല എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട PK നവാസ് ഒന്ന് ഓർത്തു നോക്കേണ്ടത്, ഈ കോട്ടവിള ഷിബു ആരാണ്, ഏറം സ്വദേശി ഷിജു ആരാണ്, അരുവിക്കര ഷൈജു മാലിക് ആരാണ്, അതുപോലെ കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് 1460 കിലോയുടെ കഞ്ചാവ് കൂടിയുമായി പിടിച്ച കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ആരാണ്, ഫൈസൽ റഹ്മാൻ ആരാണ്, ബിനോയ് ഷാവൂരി ആരാണ്, 560 കിലോ കഞ്ചാവുമായിട്ട് പിടിച്ച തുഷാർ ഗോയൽ ആരാണ്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളോ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ കണക്ക് നോക്കി ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളുകൾ, ക്യാമ്പസുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും വിമുക്തമാകണം. അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് ഒരു യുവത്വവും വഴിതെറ്റി പോകരുത്. എവിടെയെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ നമ്മൾ എല്ലാവരും ജാഗ്രതയോടെ ഇടപെടണം. ഇത് തെറ്റാണ്, ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയല്ല വേണ്ടത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഏതെങ്കിലും ഒരു കഞ്ചാവ് കേസോ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒഫൻസ് വരുമ്പോൾ അതെല്ലാം SFIയുടെയും DYFIയുടെയും തലയിലേക്ക് വച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 1460 കിലോ കഞ്ചാവുമായി കയ്യോടെ പിടികൂടിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പുണ്യവാളനായും 560 കിലോ കഞ്ചാവുമായി കയ്യോടെ പിടിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ എല്ലാ തരത്തിലുള്ള വലിയ നേതാവായും അംഗീകരിക്കുകയും മറ്റേതെങ്കിലും ഒഫൻസ് വരുമ്പോൾ അവരെല്ലാം കുഴപ്പക്കാരാണെന്ന രൂപത്തിൽ രാഷ്ട്രീയം കാണുകയല്ല വേണ്ടത്. നമ്മളെല്ലാവരും ജാഗ്രതയോടെ ഇടപെടണം, വളരെയധികം ശ്രദ്ധ വേണം. വീട്ടിലടക്കം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോവിഡ് കാലത്തിന് ശേഷം വന്നിരിക്കുന്ന സമൂഹത്തിലെ മാറ്റം ഗൗരവത്തോടെ നാം കാണണം. കുട്ടികൾ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയുമ്പോൾ ഗൗരവത്തോടെ നമ്മൾ അതിനെ കേൾക്കണം. അതുപോലെ +2 കോളേജ് വിദ്യാർത്ഥികൾ നമ്മളോട് പറയാതെ ഒരു മുറിയിലേക്കും ഒരു മൊബൈലിലേക്കും ചുരുങ്ങുമ്പോൾ ജാഗ്രതയോടെ ഇടപെടാനും നിരീക്ഷിക്കുവാനും കഴിയുന്ന തരത്തിൽ ഉള്ള ഇടപെടൽ രക്ഷിതാക്കൾ നടത്തണം, ട്യൂഷൻ ക്ലാസ്സിൽ നടത്തണം, PTL നടത്തണം. അതുപോലെ തന്നെ വായനശാലകളിൽ അവർ പോകുന്നുണ്ടോ, ക്ലബ്ബുകളിൽ പോകുന്നുണ്ടോ, ബസ് സ്റ്റോപ്പിൽ, ബസ് സ്റ്റാൻഡിൽ അവർ ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത്, അത്തരത്തിൽ അവരുടെ കൂട്ടുകെട്ടുകളടക്കം നിരീക്ഷിക്കണം. അത്തരത്തിൽ ജാഗ്രതയോടെ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒഫൻസ് ഉണ്ടാവാതെ ഇത്തരത്തിൽ വഴിതെറ്റിപ്പോകുന്ന യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. പക്ഷേ നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്ത് എന്നും പ്രധാനമാണല്ലോ. അല്ല, അരുൺ തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾ നൽകുന്ന മെസ്സേജ് പ്രധാനമാണല്ലോ. അതിപ്പോൾ പ്രതിഭ MLAയുടെ കാര്യത്തിൽ അവരുടെ മകനുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ പ്രതികരണമുണ്ടല്ലോ, അത് എന്താണ് ആ പ്രതികരണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ അന്ന് തന്നെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വീണ്ടും അത് വരുന്നു. അപ്പോൾ അത് എന്ത് സന്ദേശമാണ് അതുകൊണ്ട് നൽകുന്നത്? അതിനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതൊരു ചെറിയ കേസായി അതിനെ ഞങ്ങൾ നൽകുന്ന സന്ദേശം, അതായത്
പറയൂ. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ നൽകുന്ന സന്ദേശം ഇന്ന് വ്യക്തമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഇടപെടലോ ഭരണ ഇടപെടലോ ഉണ്ടെങ്കിൽ KSUക്കാരൻ താമസിക്കുന്ന മുറി മാത്രം റെയ്ഡ് ചെയ്താൽ മതിയല്ലോ. SFIക്കാരൻ താമസിക്കുന്ന, ജനറൽ സെക്രട്ടറി താമസിക്കുന്ന മുറി റെയ്ഡ് ചെയ്യേണ്ടതില്ലല്ലോ. ആ ഹോസ്റ്റലിലെ എല്ലാ മുറികളും ഒരേപോലെ റെയ്ഡ് ചെയ്യുകയും ഒരേപോലെ കേസന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രതികളെ കയ്യോടെ പിടികൂടുകയും ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങാതെ തന്നെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നതുമെല്ലാം LDF ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക് എതിരെ എടുക്കുന്ന സമീപനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ഒരു രാഷ്ട്രീയ നിറവും നോക്കുന്നില്ല, കയ്യോടെ പിടികൂടുകയാണ്. അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കണം. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് അത് പ്രയോജനപ്പെടുത്താൻ മറ്റു പല സാഹചര്യങ്ങളുണ്ടല്ലോ. രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകില്ല. അതായത് കഞ്ചാവായാലും MDMA ആയാലും ഏത് രാസലഹരി ആയാലും പിടികൂടപ്പെടുന്നവർക്ക് നേരത്തെ ഈ സംഘടനയുടെ ഭാരവാഹിയായി തന്നെ പ്രവർത്തിക്കുന്നവരായാലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണല്ലേ അരുൺ? അതെ, പൂർണ്ണമായും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഭരണം ഉണ്ടാവില്ല. ഒരു തരത്തിലും അവർക്ക് ഒരു സഹായം ഉണ്ടാകില്ല. അവരെ നമുക്കറിയാം, അതിശക്തമായി സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തണം. കാരണം അത്തരത്തിൽ ലീഡർഷിപ്പ് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ അണികളും അതുപോലെ തന്നെ പുതുതായിട്ട് ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരുമെല്ലാം ആ പ്രവണതയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണ് നാളെയുടെ പൗരന്മാർ, നാളെയുടെ ഭാവി അവരാണല്ലോ. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റു സംഘടനകളും എല്ലാം അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെ ആകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി നവാസ്, മറുപടി ഇപ്പോൾ അരുൺ പറഞ്ഞു തുടങ്ങിയപ്പോൾ നേരത്തെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ KSUമായി ബന്ധപ്പെട്ട പേരുകളും എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട പേരുകളുമായിരിക്കണം, കുറച്ച് പേരുകൾ എടുത്തു പറയുന്നുണ്ട്. അതിനുള്ള മറുപടി ഒന്ന്, അരുണിന്റെ ആദ്യത്തെ സെഷനിൽ സംസാരിച്ച വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് രണ്ടാമത്തെ സെഷനിൽ അദ്ദേഹം പറഞ്ഞത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്നതാണ്. ഈ ചർച്ചയിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് അരുൺ തന്നെയാണല്ലോ, ഞങ്ങളല്ലല്ലോ. കേരളത്തിൽ ഇന്ന് പോളിയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി പോളിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ ആദ്യത്തെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് വന്നത് എവിടുന്നാണ്? അതിന് രാഷ്ട്രീയമായി ഇടപെടലുണ്ടായത് എവിടുന്നാണ്? SFIയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ഇതിനെ രാഷ്ട്രീയമായി കാണണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ അരുണിപ്പോൾ പറഞ്ഞു അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല, ഇത്രയും കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് സാർ അഭിനന്ദിക്കേണ്ടി വരിക? അഭിനന്ദിക്കേണ്ടി വരേണ്ടത് സ്പെഷ്യലായിട്ടൊരു ഡ്രൈവ് നടക്കുമ്പോൾ, സ്പെഷ്യലായിട്ടൊരു റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് അഭിനന്ദിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ ഒരു 15 ദിവസത്തോളമായി പോലീസും എക്സൈസും നടത്തുന്ന ഈ പറയുന്ന ഉറവിടം തേടിയുള്ള അന്വേഷണങ്ങളിൽ റിസൾട്ട് ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയും കാലം റിസൾട്ട് ഇല്ലാത്തതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നത് കേരളീയ സമൂഹം തീരുമാനിക്കട്ടെ. ഒരാളെ കൊല്ലുകയോ കൊലവിളിക്കുകയോ ചെയ്യുമ്പോഴാണ് പോലീസും എക്സൈസും ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണോ നിങ്ങൾ പറയുന്നത്? ഞാനത് പൊതുസമൂഹത്തിന് വിടുന്നു, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോ പ്രിയപ്പെട്ട അരുൺകുമാർ ഇവിടെ കുറെ കണക്കുകൾ പറഞ്ഞു. കേരളം വ്യത്യസ്തമാണ്, പഞ്ചാബ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, കേരളം വലിയ മാറ്റമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് കേരളത്തെ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യല്ല. നിങ്ങൾ ആരുമായിട്ടാണ് കേരളത്തെ കമ്പയർ ചെയ്യുന്നത്? UP ആയിട്ടോ, ഗുജറാത്ത് ആയിട്ടോ, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടോ? കേരളമൊന്നും സവിശേഷമായ ഒരു ഇടമാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടം അത് നിങ്ങളാണ്. അത് നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട്. കോവിഡ് വന്നതിന് ശേഷം ഇത് സ്വാഭാവികമായി നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കുടുംബങ്ങൾക്കകത്ത്, ക്യാമ്പസുകൾക്കകത്ത്, സോഷ്യൽ മീഡിയയിലെ അതിപ്രസരത്തിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതി ആരതിനെ അഡ്രസ് ചെയ്യണം? കാലത്തിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മെഷീനറിക്ക് വർക്ക് ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയൻ ആണെങ്കിൽ നിങ്ങളുടെ ബാധ്യതയാണ്, അതുണ്ടാകണം. അല്ലാതെ UP ആയി കമ്പയർ ചെയ്ത് ഇവിടെ താരതമ്യേന കുറവാണെന്ന് പറയല്ല. ഇവിടെ ഇതിനെ തടുത്തു നിർത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. ഒരു കാര്യം ഉറപ്പാണ്, എനിക്കറിയില്ല UP നടക്കുന്നുണ്ടോ ഗുജറാത്ത് നടക്കുന്നുണ്ടോ ഞാൻ പരിശോധിച്ചിട്ടില്ല, പക്ഷെ കേരളത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ പരസ്പരം കൊലപാതകങ്ങളും തർക്കങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ട ഭരിക്കുന്ന ഭരണകൂടമാണ്. പിന്നെ നിങ്ങളിവിടെ കുറെ പേരുകൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അതിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പറയേണ്ടതാണ്. MSFന്റെയും യൂത്ത് ലീഗിന്റെയും പ്രതിനിധിയായി ഞാൻ പറയുന്നു, ആ പറഞ്ഞതിൽ ഒരു പേര് പോലും ഞങ്ങളുടെ പാർട്ടിയോ അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരില്ല. ഉണ്ടെങ്കിൽ അയാളെ സ്ഥാനത്തുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ ഒരു പേര് പോലും ഞങ്ങളുടെ പേരുകളല്ല. പിന്നെ കുറെ പേരുകൾ പറഞ്ഞ് ഇതിൽ തർക്കിക്കണ്ട എന്നാണ് അരുൺകുമാർ പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തർക്കിക്കണ്ടെന്നേ. ഈ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിങ്ങൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ആത്മാർത്ഥതയോട് കൂടുതൽ ഇടപെടുകയാണ്, ഞങ്ങൾക്ക് അതിൽ ആത്മാർത്ഥതയുണ്ട്. ഞാൻ രണ്ട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ, പാക്കറ്റ് പിടിച്ചതിന്റെ പേരിൽ ജയിൽ കൊണ്ടുപോയ 251/2025 കേസിലെ പ്രതികളെ പുറത്തിറക്കിയ ഏരിയ ഭാരവാഹികളെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? ആ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പറയുന്ന ആത്മാർത്ഥമാണെങ്കിൽ ആ പ്രതികളെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യും.
എന്നിട്ട് അന്വേഷണത്തിൽ അവർ നിരപരാധികളാണെങ്കിൽ അവരെ ഉള്ളിൽ സസ്പെൻഷൻ പിൻവലിക്കുക. ആ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത നിങ്ങളുടെ ജില്ലാ നേതാക്കന്മാരെ നടപടിയെടുക്ക്. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഇന്ന് കളമശ്ശേരി ITL ഉണ്ടായി, നമ്മളെല്ലാവരും കളമശ്ശേരി പോളിയിലെ വാർത്ത കണ്ടു. തൊട്ടപ്പുറത്ത് മഹാരാജാസ് കോളേജ് ഉണ്ട്, ഞങ്ങൾക്കൊക്കെ യൂണിറ്റുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയാൽ എന്താ കേരളീയ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടത്? SFIയുടെ കൊടി പിടിച്ചാൽ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആൾ വരും, SFIയുടെ കൊടി പിടിച്ചാൽ ചാനൽ എന്നെ ന്യായീകരിക്കാൻ ആൾ വരും, SFIക്ക് വേണ്ടി മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ ഈ കാര്യം ചെയ്താൽ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചട്ടപ്പട എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോകാൻ ആളുണ്ടാകും. ഇങ്ങനെയാണോ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം വിചാരിക്കേണ്ടത്? അങ്ങനെ ഒരു മെസ്സേജ് ആണോ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കേണ്ടത്? അല്ല, അങ്ങനെ ഒരു മെസ്സേജ് അല്ല കൊടുക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയ തർക്കമല്ല ശ്രീ അരുൺകുമാർ. ഞാൻ പറയും, നിങ്ങളുടെ ഈ രാഷ്ട്രീയ ശൈലിയെ മാറ്റണം. SFIയോട് നിങ്ങൾ പറയണം, മിനിറ്റുകൾ കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത് ആരെയാണ്? ഈ കഞ്ചാവ് കേസിലെ പ്രതികളാണ്. എന്റെയും നിങ്ങളുടെ പണി എന്താണ്? ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന MDM ഉപയോഗിക്കുന്ന സിന്തറ്റിക്കുകൾ ഉപയോഗിക്കുന്നവരെ പോലീസിന് പിടിച്ചു കൊടുക്കേണ്ട പണിയാണ്, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുവരുന്ന പണിയല്ല. മറുപടി അരുൺ, മറുപടി. തീർച്ചയായും പ്രിയപ്പെട്ട നവാസെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ താങ്കൾ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ക്രൈം നമ്പർ 289/2025 ആ കേസ് സ്റ്റേഷൻ ജാമ്യമുണ്ട്, ഒരു ജയിലിലും ഒരു കോടതിയിലേക്കും കൊണ്ടുപോയിട്ടില്ല. അതായത് 0.9 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈ സൈഡിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ടല്ലോ, ബെയിലബിൾ ഒഫൻസ് ആണ്, പോലീസ് അപ്പൊ തന്നെ വിടും. അവിടെ ഒരാളും പോയി ജാമ്യം എടുക്കേണ്ട, ഒരു വക്കീലും പോകണ്ട. തർക്കമല്ല, അതല്ലല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും പൂർണ്ണമായും തള്ളിപ്പറയുകയാണെങ്കിൽ അവരെ ജാമ്യത്തിലെടുക്കാൻ ആ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ പോകുമ്പോൾ അത് നൽകുന്ന മെസ്സേജ് എന്താണ്? അവർ വീട്ടുകാർ പോട്ടെന്നേ, അവരുടെ കുട്ടികളാണല്ലോ ഈ വിപത്തിൽപ്പെട്ടിരിക്കുന്നത്. രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ആ ക്രൈമിൽ രക്ഷിതാക്കളെ ഒരു തരത്തിലും ജില്ലാ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച കേസില് താങ്കൾ കേൾക്ക്, KSUവിന്റെ താങ്കൾ എന്താണ് ഒച്ചപ്പാടുണ്ടാക്കുക? താങ്കളൊന്ന് കേൾക്ക്. KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ഉള്ള സെക്രട്ടറി ഉള്ള 2 കിലോ കഞ്ചാവ് പിടിച്ച പ്രതിയെയാണല്ലോ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷ കൊടുക്കാനും ആ പ്രതിയെ രക്ഷിക്കാനും ആ പ്രതിക്ക് വേണ്ടി പത്രസമ്മേളനം നടത്താനും KSUവിന്റെ നേതാക്കന്മാർ പോയത് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ്. അരുൺ അറിയേണ്ടത് FIR-ൽ ഇപ്പോൾ 3 പേരാണല്ലോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആകാശും ഹരിപ്പാട് സ്വദേശി ആദിത്യനും കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജും, അല്ലേ? അഭിരാജിനാണ് SFIയുടെ ഭാരവാഹിത്വം നേതൃസ്ഥാനമുള്ളത്. ഈ ആകാശ് KSU പ്രവർത്തകനാണ് എന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുകയാണോ? KSU പ്രവർത്തകൻ എന്ന രൂപത്തിൽ വാർത്ത വന്നിട്ടില്ല, KSU പ്രവർത്തകർ കൂടി താമസിക്കുന്ന മുറി എന്ന രൂപത്തിലാണ് പറഞ്ഞിരുന്നത്. താങ്കൾ പറയുമ്പോഴും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അല്ലല്ല, ഇവിടെ 2 കിലോ കഞ്ചാവ് പിടിച്ച മുറിയിൽ 3 പേരാണ് രജിസ്റ്റർ പ്രകാരം സ്ഥിരതാമസമുള്ളത്. ആദിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് KSUവിന്റെ മത്സരിച്ച ആളാണ്. അയാള് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടയാളാണ്. ആദിലിന്റെ വാദം മറ്റൊന്നായി വരുന്നു. താൻ രാത്രി വരെ അവിടെ മറ്റേ പരിപാടികളൊക്കെ ആയിരുന്നു, കോളേജിനുമായി ബന്ധപ്പെട്ട പരിപാടികളായിരുന്നു. അപ്പൊ രാത്രി അവിടേക്ക് വന്നില്ല, പുറത്താണ് താമസിച്ചത്. 10 മണിക്ക് ഹോസ്റ്റൽ അടയ്ക്കുന്നുണ്ട്, ഹോസ്റ്റലിലേക്ക് വന്നില്ല എന്നാണ് അയാൾ പറയുന്ന വാദമായി പുറത്തു വരുന്നത്. ഇതിപ്പോൾ ഈ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഇത് ഏറ്റുപിടിക്കാതെ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന 3 പേർക്ക് നമ്മളുമായി ബന്ധമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. നമ്മളുമായി ബന്ധമുള്ളവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആ സംഘടന തീരുമാനിക്കുക. അതാണ് യഥാർത്ഥത്തിൽ വേണ്ട. ആ മുറിയിൽ എത്ര പേരുണ്ടായിരുന്നു? ആ മുറിയിൽ ഉള്ള എല്ലാവരും കൂടിയാണോ ആ കച്ചവടം നടത്തിയത് എന്നുള്ള പോലീസ് അന്വേഷിക്കട്ടെന്നേ. പോലീസ് 1 മാസം നിരീക്ഷിച്ച ശേഷം പിടിയിലായവരാണ് ഈ 3 പേർ, അല്ലേ? ഇന്നലെ രാത്രി തുടങ്ങിയ റെയ്ഡ് പുലർച്ചെ 4-4:30 അവസാനിച്ചത്. അല്ല, ഇതിൽ SFIയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിരാജ്, SFIയുടെ എല്ലാ കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിരാജ്, അദ്ദേഹം ഈ റെയ്ഡ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ 0.9% ഒരു റൂമിൽ നിന്ന്, ആ റൂം നമ്പർ തന്നെ കൃത്യമായി പറഞ്ഞാൽ ആ റൂം നമ്പറിൽ S39 ആ റൂമിൽ നിന്ന് 1ാം നിലയിലുള്ള റൂമിൽ നിന്ന് പിടിക്കുമ്പോൾ ഈ അഭിരാജ് ആ റൂമിലില്ല. ഇങ്ങനെ ഈ പോലീസും എക്സൈസും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ റൂമിലേക്ക് തന്നെ അഭിരാജ് വരിക. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം ആ റൂമിലേക്ക് അന്നേരം വരുമോ? അദ്ദേഹം ആ റൂമിലേക്ക് തെറ്റായി ആളുകൾ പിടിച്ചുകൊണ്ടുപോയി എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? പോലീസ് പറയുന്നു ഞങ്ങൾക്ക് കൃത്യമായ തെളിവും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 1 മാസം നിരീക്ഷിച്ചിട്ടാണ് പിടിച്ചതെന്നാണ് പറയുന്നത്. പോലീസിനെ തള്ളുന്നുണ്ടോ? അവരോട് അങ്ങനെയെങ്കിലും വ്യക്തമായി പറയൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചർച്ച തുടങ്ങിയത് തന്നെ എന്താണ്?
ഒരു റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ നിരോധിതമായിട്ടുള്ള സാധനം പിടിച്ചാൽ ആ റൂമിൽ താമസിക്കുന്നവർ അതിന് ഉത്തരവാദിയാണ്, ആ വീട്ടുടമസ്ഥന് ഉത്തരവാദിയാണ്, ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ ഉത്തരവാദിയാണ്. അപ്പോൾ ആദിത്യൻ എന്നുള്ള വിദ്യാർത്ഥി താമസിച്ച മുറിയിൽ നിന്ന് 0.9 ഗ്രാം പിടിക്കുന്നു. ആ റൂമിൽ അഭിരാജും താമസിച്ചുകൊണ്ടിരുന്ന മുറിയാണെന്ന് മനസ്സിലാക്കുന്നു. രണ്ടുപേരെയും പ്രതിയാക്കുന്നു, പോലീസ് പ്രതിയാക്കി. എന്നാൽ ആകാശ് 2 കിലോ പിടിച്ച മുറിയിൽ ആകാശിനെ കയ്യോടെ പിടിക്കുന്നു. ആ മുറിയിലുണ്ട്. ആകാശ് പറയുന്നു ഈ റൂമിൽ ഇത് കൊണ്ടുവച്ചത് ആദിലും അനന്തുവുമാണ്. എന്നാൽ അവരെ പ്രതിയാക്കുന്നില്ല. പോലീസ് എന്തുകൊണ്ട് അവരെ പ്രതിയാക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ റൂമിലും 3 പേർ താമസിച്ചുകൊണ്ടിരുന്നതാണല്ലോ. ആ 3 പേരും ഒരേപോലെ ജോയിന്റ് ലൈബിലിറ്റി ഉണ്ടല്ലോ, ഉത്തരം പറയേണ്ടതുണ്ടല്ലോ. ഈ ആകാശ് കൊടുത്ത മൊഴി പോലീസിന്റെ കയ്യിലുണ്ടല്ലോ. അപ്പൊ പോലീസ് ഈ ഇത്രയും കഞ്ചാവ് അവിടെ കൊണ്ടുവച്ചതും ത്രാസ് വെച്ചതും കച്ചവടം നടത്താൻ തീരുമാനിച്ചതും നമുക്കറിയില്ലല്ലോ അരുൺ. ഇതെങ്ങനെയാണ് ഈ ഉറപ്പിച്ച് പറയുന്നത്? അവിടുത്തെ SFI, അവിടുത്തെ പോളിടെക്നിക്കിലെ SFI വിദ്യാർത്ഥികളും ഈ ചെറിയ പ്രായത്തിലെ പിള്ളേരാണെന്ന് ഓർക്കണം. അവർ അവിടെ വിജയിക്കാനുള്ള വാദങ്ങൾ പറയണം. അത് ഏറ്റുപിടിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രി മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു പറഞ്ഞ എന്തുകൊണ്ടാണ്? എല്ലാവരും ഉണ്ടാകാന്നേ. കച്ചവടം നടത്താൻ പോയിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടികളെന്ന് പരിശോധിക്കുമോ? അതുകൊണ്ടാണ് പറയാം. അപ്പോ യെസ്, അങ്ങനെ കോമൺ ആയിട്ട് ചോദിക്കേ, ഏത് കുട്ടികൾ പോയാലും അത് തെറ്റാണെന്നും കുറ്റകൃത്യമാണെന്നും അത് ആവർത്തിക്കാൻ പാടില്ലെന്നും ശക്തമായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. പിടിയിലായവരും അല്ല, പിടിയിലായത് നിങ്ങളുടെ കുട്ടി എന്ന രൂപത്തിലല്ല. ഒറ്റ മിനിറ്റ്. പിടിയിലായത് ഞങ്ങളുടെ കുട്ടിയാണോ നിങ്ങളുടെ കുട്ടിയാണോ എന്ന രൂപത്തിലല്ല. ഈ ഒഫൻസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. പക്ഷേ ഇന്ന റൂമിൽ നിന്ന് പിടിച്ചത് മാത്രം വലിയ കേസ്, മറ്റേ റൂമിൽ നിന്ന് അവർ ഓടിപ്പോയില്ല, അതുകൊണ്ട് വലിയ കേസല്ല. 2 കിലോ പിടിച്ചത് വലിയ കേസല്ല, 0.9 പിടിച്ചത് വലിയ കേസല്ല. ആ തരത്തിൽ ചിത്രീകരിക്കേണ്ട. അതാണ് ഞാൻ ഒരു മാസം നിരീക്ഷിച്ച പോലീസ് ആ കേസ് പ്രവർത്തനം ഓടിപ്പോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെയ്ഡ് നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു അരുൺ. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ അങ്ങനെ ചെറുതായി കാണുകയാണ്. ഇവിടെ പ്രതിപക്ഷം പോലെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനെ. ആയിക്കോട്ടെ, ഇവിടെ കൃത്യമായി അവിടെ നടന്ന സംഭവങ്ങൾ അധ്യാപകരും കുട്ടികളും അടക്കം പറഞ്ഞല്ലോ. അപ്പോൾ ആരാണ്, എന്താണ്, എത്രയാണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് അവിടെ വന്നത്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ഗൂഢാലോചന, ഇതെല്ലാം പോലീസ് കണ്ടെത്തട്ടെ. പക്ഷേ 0.9 ഗ്രാം പിടിച്ചത് വലിയ കുറ്റം, 2 കിലോ പിടിച്ചത് അവിടെ നിൽക്കട്ടെ എന്ന രൂപത്തിലേക്ക് മാധ്യമപ്രവർത്തകരും പറ്റില്ല. 2 കിലോ ജാമ്യത്തിൽ പുറത്തിറക്കിയിട്ടില്ല. രണ്ടും ഗൗരവം. അയാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അയാൾ ജാമ്യം കിട്ടില്ലല്ലോ. അത് മീഡിയം ക്വാണ്ടിറ്റിയാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി മീഡിയം നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ഈ തരത്തിൽ മയക്കുമരുന്ന്, കഞ്ചാവട്ടെ MDMA ആകട്ടെ, ഇത് വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾക്ക് പങ്കുണ്ടെങ്കിൽ അത് ഉപയോഗത്തിലേക്കാൾ അപ്പുറം ഗൗരവത്തിലുള്ളതാണ്. ഇവരിൽ അവബോധം സൃഷ്ടിക്കേണ്ട ഈ സംഘടനാ ഭാരവാഹികൾ തന്നെ വിൽപ്പന നടത്തുന്നെങ്കിൽ അതിന്റെ ഗൗരവമല്ലേ ചർച്ച ചെയ്യേണ്ടത്? അല്ലേ? അവിടെ നിന്ന് ഓടിപ്പോയ ആൾക്ക് മറ്റേ പാർട്ടിയിൽ പങ്കുണ്ട്, മറ്റേ പാർട്ടിയുടെ ഭാഗമാണ്. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അപ്പോൾ പിടിയിലായി അവിടെ അകത്ത് കിടക്കുന്ന ആളുടെ സംഘടന ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ കുട്ടിയുണ്ടോ അന്വേഷിക്കൂ, മറ്റേത് അവരന്വേഷിക്കട്ടെ, ഉണ്ടെങ്കിൽ അവരെ വേണ്ട എന്ന് തീരുമാനിക്കൂ. ഇങ്ങനെയല്ലാതെ ഇത് ശരിയാവില്ലെന്നേ. ഭാഗമായി എന്റെ വാദം ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. ഈ ചർച്ചയുടെ ഭാഗമായി തുടക്കത്തിൽ അങ്ങനെ തന്നെ നന്നായി പറഞ്ഞു വന്നു. തുടക്കത്തിൽ അരുൺ നന്നായി പറഞ്ഞു വന്നു. ഇപ്പോൾ അവസാനം ഇപ്പോൾ പോലീസിനെ തള്ളുന്ന പോലെയുണ്ട് പറയുന്നത് രൂപത്തിൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഫാക്ട്സ് ആണ്. ഞാൻ പറഞ്ഞത് ഒരാളെയും പ്രൊട്ടക്ട് ചെയ്യാനല്ല. ഇതിൽ UDFന്റെ പ്രതിനിധി പറയുന്ന രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവും. ആങ്കർ എന്ന രൂപത്തിൽ താങ്കളും അതിനെ പിന്തുണയ്ക്കുന്നു. 0.9 ഗ്രാം പിടിച്ചത് വലിയ കുറ്റം, അത് SFI അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ മൊത്തം കിലോയെ കണക്കാക്കിയിട്ടുള്ളൂ. മൊത്തം 2 കിലോയെ കണക്കാക്കിയിട്ടുള്ളൂ. അരുൺ മൊത്തം 2 കിലോയെ കണക്കാക്കിയിട്ടുള്ളൂ. 2 മുറികളാണ്, 2 FIR ആണ്. 2 മുറികളിൽ നിന്നാണ് കിട്ടിയത്. അതിന്റെ ഒപ്പം അളവ് തൂക്കാനുള്ള ഒരു സംവിധാനം കൂടി കിട്ടിയിട്ടുണ്ട്. അവിടെ വിൽപ്പന നടക്കുന്നു എന്നാണ് ഈ FIR-ലുള്ളത് അല്ലേ? ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് വിൽപ്പന നടക്കുന്നു. അപ്പോൾ ഇത് എത്ര ഹോസ്റ്റലുകളിൽ നടക്കുന്നുണ്ടാകാം? പരിശോധന നടത്തണ്ടേ? SFI തന്നെ പരിശോധനയ്ക്ക് ഇറങ്ങണ്ടേ? എത്ര കലാലയങ്ങൾ SFI ഭരിക്കുന്നു? SFI ഭരിക്കുന്ന കലാലയങ്ങളല്ലേ കൂടുതലുള്ളത്? നമ്മുടെ ഹോസ്റ്റലുകളിൽ ഇവിടെ ഉണ്ടോ എന്ന് പരിശോധന നടത്തേണ്ട SFI അല്ലേ? KSU നടത്തട്ടെ, MSF നടത്തട്ടെ, കണ്ടുപിടിക്കട്ടെ. നമ്മുടെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ പുറത്താക്കട്ടെ. SFI
അല്ല, SFI അതിശക്തമായി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന സംഘടന തന്നെയാണ്. ക്യാമ്പസുകളിലടക്കം നല്ല പ്രതിരോധ നിര തന്നെ കെട്ടിപ്പടുക്കിയിട്ടുണ്ട്. അരാഷ്ട്രീയവാദത്തിന്റെ ഭാഗമായി പല ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള സംഘം അതിക്രമിച്ച് കയറുന്നതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന, അതിന്റെ ഭാഗമായി ക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കുന്ന പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ ഒഫൻസ് ആണ്. അത് അവിടെ ആയാലും ഇവിടെ ആയാലും ഒഫൻസ് ആണ്. ചിലത് മാത്രം പർവ്വതീകരിക്കുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ കൃത്യമായിട്ടുള്ള പർവ്വതീകരിക്കാനില്ല. ഇതിൽ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം, ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെയേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഗൗരവം അതിലും വളരെ കൂടുതലാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തിരിച്ചെത്താം, വളരെ പെട്ടെന്ന് മറുപടി പറയാം. സ്മൃതി, എന്റെ സമയമാണ് ശ്രീ അരുൺകുമാറിന് കൊടുത്തത്. എനിക്കതിൽ വിഷമമില്ല. ഇത്തരം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഭീതിയോട് കൂടി കാണുന്ന ഈ പ്രശ്നത്തിൽ അവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്ന അവസരമായി ഞാൻ കരുതുകയാണ്. രണ്ട് കാര്യം. ഒന്ന്, അരുൺകുമാർ ഇവിടെ പറഞ്ഞു 0.9 ഗ്രാം ഒരാളും 2 കിലോ ഒരാൾ ഉപയോഗിച്ചു, അത് രണ്ടും ഒരുപോലെയാണ് എന്ന്, ഒരുപോലെയല്ല രണ്ടായി കാണുന്നുവെന്ന്. നമ്മൾ രണ്ടിനെ ഒരുപോലെ കാണുകയാണ്. ഒന്ന് ഉപയോഗിക്കാനാണെന്ന് മറ്റൊന്ന് വിൽക്കാനാണ്. അപകടകരമാണ് രണ്ടും. അതിൽ ഒരാൾ കേസിന്റെ പ്രതിനിധിയാണ്. ഞാൻ അരുൺകുമാർ, പച്ചക്കളവ് നിങ്ങളുടെ SFIയുടെ ഈ പറയുന്ന ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിരപരാധിയെ നിങ്ങൾ ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊല്ലാൻ ഈ കേരള സമൂഹത്തിന് മുമ്പിലേക്ക് വെച്ചു കൊടുക്കരുത്. ആരെ SFI, ആരെ KSU? ആ 2 കിലോ പൈസ പിടിക്കപ്പെട്ടാൽ KSU ആണ് അരുൺ പറഞ്ഞത് ആ മുറിയിൽ ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞത് ജാമ്യം എടുക്കാൻ KSU അല്ല, 2 കിലോ ഞാൻ പറയാം. അല്ല സ്മൃതി, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. 2 കിലോ സൂക്ഷിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ടയാളെ ജാമ്യം എടുക്കാൻ പോയവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ആര് ജാമ്യം എടുക്കാൻ പോയി? ഇനി അങ്ങനെ ആരെങ്കിലും ജാമ്യം എടുക്കാൻ പോയോ അവരെയും തള്ളി പറയണമെന്നേ. ഒരാൾ പോയിട്ടില്ല എന്നിരിക്കെ തന്നെ ഞാൻ പറയുന്നത് തെറ്റാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ജാമ്യം എടുക്കാൻ പോയ നിങ്ങളുടെ ജില്ലാ ഭാരവാഹിക്കെതിരെ നടപടിയുണ്ടോ? പത്രസമ്മേളനം നടത്തിയ നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നടപടിയുണ്ടോ? അഡ്വക്കേറ്റ് ദേവരാജ് എന്ന് പറയുന്ന SFI നേതാവിനെതിരെ നിങ്ങൾക്ക് നടപടിയുണ്ടോ? ഇല്ല. ഇനി മറ്റൊരു കാര്യം, നിങ്ങളിപ്പോ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. ഓടിപ്പോയി ഒരാൾ, അയാൾ KSU കാരനാണ് എന്നാ നിങ്ങൾ കണ്ടെത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസിന്റെ ഓപ്പറേഷനെ കുറിച്ച് അരുൺകുമാർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 1 മാസമായി പോലീസ് നിരീക്ഷിക്കുന്നു. ഡാൻസാഫും പോലീസും എക്സൈസും ഒരുമിച്ച് ഓപ്പറേഷൻ നടത്തുന്നു. എന്തിനേറെ ആ ഹോസ്റ്റൽ മോളിലേക്ക് കോണി വെച്ച് സാധാരണ വഴിക്കല്ലാതെ വളരെ ഓപ്പറേഷൻ നടത്തിയ പോലീസ് പിടിക്കപ്പെടുന്നത്. അപ്പൊ പോലീസിന് അറിയാം ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു. അവർ വീഡിയോ റെക്കോർഡ് ചെയ്തു അവരുടെ മൂവ്മെന്റ് മുഴുവൻ. അത്തരം ഒരു ഘട്ടത്തിൽ ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് കൃത്യമായ ബോധ്യത്തിലാണ് പോലീസ് വന്നത്. അപ്പൊ ഓടിപ്പോയാൽ KSU ആയിരുന്നു, അവിടുന്ന് മറിഞ്ഞു നോക്കിയാൽ MSF ആയിരുന്നു, മറ്റൊരാൾ ABVP ആയിരുന്നു എന്ന് പറഞ്ഞ് ഇതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ വാചകം തീർത്തും പിന്നെയും പറയുകയാണ്. പൊളിറ്റിക്കലായ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് കേരളീയ വിദ്യാർത്ഥി സമൂഹത്തിന് ബോധ്യപ്പെടണം. രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ഞങ്ങളുടെ കൊടി പിടിച്ചതിന്റെ പേരിൽ ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരാളും ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെടണം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നുണ്ടായ വിഷയത്തിൽ കേരളീയ സമൂഹത്തിനുണ്ടായ വിദ്യാർത്ഥി സമൂഹത്തിനുണ്ടായ ബോധ്യം SFIയുടെ കൊടി പിടിച്ചാൽ 9 ഗ്രാമാണ്, സ്റ്റേഷൻ ജാമ്യം കിട്ടുമെങ്കിൽ സ്റ്റേഷനിൽ നിന്ന്, അല്ല കോടതിയിൽ നിന്നാണെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ ആളുണ്ട് എന്ന സന്തോഷം നൽകിയിട്ടുള്ള കുറ്റകരമായ ഒരു കാര്യം ഇതിൽ SFI ചെയ്തിരിക്കുന്നു. അത് തിരുത്താൻ SFI തയ്യാറാകണം. തെറ്റാണെന്ന് പറയണം, നടപടിയെടുത്ത് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയാൻ SFI തയ്യാറാകണം. ശരി, മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് ഏതായാലും എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അടുത്ത നടപടി. ഇനിയും കൂടുതൽ കലാലയങ്ങളിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണ് ഇനി പ്രതിക്കൂട്ടിലാവുക എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, PK നവാസ്, ഡോക്ടർ ബെൻസീർ ഹുസൈൻ, സുരേഷ് റിച്ചാർഡ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.